Hello all, welcome to News in 360 Degree by Civils 360 IAS Academy. So, ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് SC റാപ്റ്റ് എയർ ക്വാളിറ്റി പാനൽ ഓവർ പൊല്യൂഷൻ ഇൻ ക്യാപിറ്റൽ. അതായത് നമ്മുടെ ഡൽഹി NCR റീജിയനിലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ബോഡി ഉണ്ട്, കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് CAQM. അപ്പൊ ഈ CAQM പൊല്യൂഷൻ മാനേജ്മെന്റിന് ചെറിയ ലാപ്സസ് വന്നതിനെ പറ്റി സുപ്രീം കോർട്ട് ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇന്നത്തെ എഡിറ്റോറിയലും സ്റ്റബിൾ ബേണിങ്ങിനെ പറ്റിയിട്ടാണ്. ഈ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിലുള്ള സ്റ്റബിൾ ബേണിങ്ങിനെ പറ്റിയിട്ട് ഇത് രണ്ടും കണക്റ്റഡ് ആണ്. സോ ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. എന്ത് ടൈപ്പ് ഓഫ് ബോഡിയാണ്, എന്താണ് ഇതിന്റെ പർപ്പസ്. സോ CAQM ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ട് വഴി സ്ഥാപിതമായത്, അതായത് ഒരു നിയമം വഴി എസ്റ്റാബ്ലിഷ് ആയത്. ആൻഡ് ദ ലോ ഇസ് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് ആക്ട് 2021. ഇതാണ് ലോയുടെ പേര്. സോ ഇതിന്റെ എയിം, ഈ ബോഡിയുടെ എയിം എന്ന് പറയുന്നത് ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ ഇൻ ഡൽഹി NCR ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് ഇൻക്ലൂഡിംഗ് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. നമ്മള് നവംബർ ഡിസംബർ ഒരു വിന്റർ ടൈമിലാവുമ്പോൾ സ്ഥിരം ന്യൂസിലൊക്കെ വരുന്നതാണ് ഡൽഹിയിലെ സ്മോഗിനെ പറ്റിയിട്ട്. അപ്പൊ ഈ സ്മോഗ്, അതിന്റെ കോസസ്, ഡൽഹി NCR റീജിയനിൽ വിന്റർ സ്മോഗ് വരാനുള്ള കാരണം, ഇതൊക്കെ നമുക്ക് GS3 എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവില് ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാണ്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഈ ബോഡി എന്താണ്, ഇതിന്റെ പർപ്പസ് എന്താണ്, എന്ത് ടൈപ്പ് ബോഡി ആണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ stubble burning. Stubble burning causes winter pollution and smog, particularly in Delhi NCR and adjoining areas. ഡൽഹിയുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയനിലും അഡ്ജോയിനിങ് ആയിട്ടുള്ള ഏരിയസിലും വിന്റർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് സ്റ്റബിൾ ബേണിംഗ് ആണ്. സ്റ്റബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൃഷി കഴിഞ്ഞിട്ടുള്ള ക്രോപ്പ് റെസിഡ്യൂ, അതിനെയാണ് നമ്മൾ സ്റ്റബിൾ എന്ന് പറയാ. അത് ഫാമേഴ്സ് എന്താ ചെയ്യുന്നത്, കൃഷി കഴിയുമ്പോൾ, ഹാർവെസ്റ്റ് കഴിയുമ്പോൾ, ഈ റാബി ക്രോപ്സിന്റെ ഒക്കെ ഹാർവെസ്റ്റ് ഒരു നവംബറിലൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ക്രോപ്പ് പാടത്തിട്ട് തന്നെ കത്തിക്കും, ബേൺ ചെയ്യും. അപ്പൊ ഈ ഫ്യൂംസ് എല്ലാം കൂടിയിട്ട് ഡൽഹി NCR റീജിയനിലേക്ക് അടിച്ചു കയറിയിട്ടാണ് ഈ സ്മോഗ് സിറ്റുവേഷൻ കൂട്ടുന്നത്. 2023 ഒരു സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ടായിരുന്നു ടു കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് സ്റ്റബിൾ ബേണിംഗ്. അതിന്റെ ഭാഗമായിട്ട് എടുത്ത മെഷേഴ്സ് പ്രകാരം 2023 പഞ്ചാബില് 59% സ്റ്റബിൾ ബേണിംഗ് കുറഞ്ഞു, ഹരിയാനയില് 40% സ്റ്റബിൾ ബേണിംഗ് കുറഞ്ഞു. ഉത്തർപ്രദേശിലാകട്ടെ പക്ഷെ 30% റൈസ് ആണ് ഉണ്ടായിട്ടുള്ളത് സ്റ്റബിൾ ബേണിംഗില്. സോ ഇതിനായിട്ട് കുറച്ച് മെഷേഴ്സ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ്. സ്റ്റബിൾ ബേണിംഗ്, ഈ സ്റ്റബിൾ കത്തിക്കാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളത് നമുക്കൊരു പോളിസി ഉണ്ട്, നാഷണൽ പോളിസി ഫോർ മാനേജ്മെന്റ് ഓഫ് ക്രോപ്പ് റെസിഡ്യൂസ്. അതായത് ക്രോപ്പിന്റെ അവശിഷ്ടങ്ങൾ, ക്രോപ്പ് വേസ്റ്റ്, ക്രോപ്പ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്രോപ്പ് റെസിഡ്യൂസ് മാനേജ് ചെയ്യാൻ ഒരു നാഷണൽ പോളിസി ഉണ്ട്. അത് പറയുന്നത് ഇൻസിറ്റു മാനേജ്മെന്റ് ഓഫ് സ്റ്റബിൾ. ഇൻസിറ്റു എന്ന് പറയുമ്പോൾ ഓൺ സൈറ്റ്, അതായത് അവിടുന്ന് എവിടെയാണോ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അവിടെ തന്നെ മാനേജ് ചെയ്യുക ഈ സ്റ്റബിളിനെ. സോ അതിനായിട്ട് ഈ ടർബോ ഹാപ്പി സീഡർ മെഷീൻസ് ഉണ്ട്, ഇത് ഫാമേഴ്സിന് കൊടുക്കാറുണ്ട്. ഇത് ഈ പറയുന്ന ക്രോപ്പ് റെസിഡ്യൂവിനെ അപ്രൂട്ട് ചെയ്ത് അതിനെ എന്താ പറയാ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ആ ഫീൽഡിൽ തന്നെ അങ്ങ് വിതറും, ഒരു മൾച്ചിങ് പോലെ. അതായത് മോയ്സ്ചർ കണ്ടന്റ്, സോയിലിന്റെ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ക്രോപ്പ് റെസിഡ്യൂവിനെ ഈ ടർബോ ഹാപ്പി സീഡർ പിഴുതെടുത്തിട്ട് അവിടെ തന്നെ ഇങ്ങനെ വിതറും. അതുകൂടാണ്ട് ബയോഡീകമ്പോസേഴ്സ്, അതായത് ഫീൽഡിൽ തന്നെ ഈ ബയോഡീകമ്പോസേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഈ പറയുന്ന സ്റ്റബിളിനെ അത് ഡീകമ്പോസ് ചെയ്യും. പിന്നെ ചാർക്കോൾ ഗ്യാസിഫിക്കേഷൻ ഫോർ തെർമൽ പവർ ജനറേഷൻ, അതായത് ഈ ക്രോപ്സിനെ ഒരു എന്താ പറയാ ചാർക്കോൾ പെല്ലറ്റ്സ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യും നമ്മൾ പ്രോസസ്സിലൂടെ, എന്നിട്ട് അത് ഈ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യും തെർമൽ പവർ പ്ലാന്റ്സിന്. സോ ഇതൊക്കെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആണ് സ്റ്റബിൾ ബേണിംഗ് ഒഴിവാക്കാനുള്ള. പിന്നെ എഡിറ്റോറിയൽ വന്നൊരു ആർട്ടിക്കിള്, റഷ്യസ് ജിയോ പൊളിറ്റിക്കൽ പിവറ്റ് ടു ഏഷ്യ, എ ന്യൂ ഇന്ത്യ ചാപ്റ്റർ. സോ ഇതില് റഷ്യയുടെയും ഇന്ത്യയുടെയും ട്രേഡ് റിലേഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. റഷ്യക്ക് യൂറോപ്പിലേക്ക് ഒരു ചായ്വ് ഉണ്ടായിരുന്നു, അത് ഒരു 2007-8 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം ഒന്ന് ഡിസ്റപ്റ്റ് ആയി എന്നും അതിനുശേഷം റഷ്യ പതിയെ ഒരു ഏഷ്യയിലേക്ക്, ഏഷ്യൻ കൺട്രീസുമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൂട്ടി വരികയാണെന്നുള്ള ഒരു ആർട്ടിക്കിൾ ആണിത്.
ഇന്ത്യ റഷ്യ ട്രേഡ് റിലേഷൻസ് പറയുകയാണെങ്കിൽ 2023 $65 ബില്യൺ ട്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ നമ്മുടെ പ്രൈം മിനിസ്റ്ററും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മീറ്റ് ചെയ്തപ്പോൾ ഒരു ബയലാറ്ററൽ ട്രേഡ് ടാർഗറ്റ് സെറ്റ് ചെയ്തായിരുന്നു, വിച്ച് ഇസ് ദാറ്റ് ഓഫ് 100 ബില്യൺ ബൈ 2030. ഇപ്പൊ അറ്റ് പ്രസന്റ് ലാസ്റ്റ് ഇയർ $65 ബില്യൺ വരെ ബയലാറ്ററൽ ട്രേഡ് പോയി. സോ എന്തൊക്കെയാണ് ചാലഞ്ചസ് ഈ ട്രേഡ് റിലേഷനിൽ? ഒന്ന്, ലാക്ക് ഓഫ് എക്കണോമിക് കോംപ്ലിമെന്റാരിറ്റി ബിറ്റ്വീൻ ടു കൺട്രീസ്. കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിനില്ലാത്തത് മറ്റത് കോംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കോംപ്ലിമെന്ററി റിലേഷൻ അല്ല, ഓൾമോസ്റ്റ് കമ്പീറ്റിംഗ് ആയിട്ടുള്ള റിലേഷൻ ആണെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണത്തിന് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ സ്കീം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇന്ത്യയിലെ സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ റഷ്യക്കും ഒരു മോഡറേറ്റ് ടെക്നോളജിക്കൽ നാഷണലിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഈ ട്രേഡ് എക്സ്പോർട്ട് ഒരേ ഏരിയയിൽ തന്നെ നമ്മൾ രണ്ട് കൺട്രീസും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിന്റെ ഒരു എന്താ പറയുക ചാൻസസിനെ അതവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സ്റ്റേബിൾ പേയ്മെന്റ് മെക്കാനിസം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ്. ഇതിനൊക്കെ മെഷർ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ റൂബിൾ ട്രേഡ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. ഈ റൂബിൾ ട്രേഡ് ശരിക്കും അതിന്റെ ഇനിഷ്യൽ നേസൻ സ്റ്റേജസിലാണ്. അതിന് ഡെവലപ്പ് ആവുമ്പോൾ മാത്രമേ ഇഷ്യൂ സോൾവ് ആവുള്ളൂ. പിന്നെ ലിമിറ്റഡ് ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. റഷ്യയുമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഡിഫൻസ് പിന്നെ ന്യൂക്ലിയർ എനർജി ഫീൽഡിലൊക്കെയാണ് റിലേഷൻസ് കൂടുതലുള്ളത്. ഒരു ഡൈവേഴ്സിഫൈഡ് ട്രേഡ് നമുക്ക് റഷ്യയുമായിട്ട് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ട്രേഡ് വർദ്ധിപ്പിക്കുന്നതിനൊരു തടയാവാറുണ്ട്. ലിമിറ്റഡ് കോപ്പറേഷൻ ഇൻ സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഈ സ്റ്റെം സബ്ജക്ട്സിലൊക്കെയുള്ള കോപ്പറേഷൻ ഒക്കെ കുറവാണ്. ലോജിസ്റ്റിക്കൽ ഡിഫിക്കൽട്ടീസ്. ഈ ലോജിസ്റ്റിക്കൽ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്? റഷ്യ നമ്മൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, അങ്ങ് ദൂരെ മുകളിൽ കിടക്കുന്ന ഒരു കൺട്രിയാണ്. ഇന്ത്യ ഇവിടെ താഴെയാണ്, റഷ്യ ഇവിടെ മുകളിലാണ്. നമുക്ക് ഈ റഷ്യയിലേക്ക് ഉള്ള ആക്സസ് എന്ന് പറയുന്നത് ഒന്ന് സെൻട്രൽ ഏഷ്യയിലൂടെയൊക്കെ കടന്ന് അല്ലെങ്കിൽ യൂറോപ്പിലൂടെയൊക്കെ ആയിരിക്കണം. അപ്പൊ അതിനെയൊക്കെ മറികടക്കാനായിട്ട് നമ്മളൊരു ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ ലോജിസ്റ്റിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ട്രേഡിന്. ട്രേഡ് ഒട്ടും എന്താ പറയുക എക്കണോമിക്കലി കോസ്റ്റ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്, ട്രാൻസ്പോർട്ട് കോസ്റ്റ് ആയാലും മറ്റു ലോജിസ്റ്റിക്കൽ കോസ്റ്റ് ആയാലും. പിന്നെ ഒരു ന്യൂസ് വന്നത്, ബംഗ്ലാദേശി ഇൻഫിൽട്രേഷൻ ഇസ് ചേഞ്ചിങ് ഡെമോഗ്രഫി ഓഫ് ഝാർഖണ്ഡ് റീജിയൻ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഝാർഖണ്ഡിലെ സന്താൾ ഡിസ്ട്രിക്റ്റില് ബംഗ്ലാദേശി ഇൻഫിൽട്രേഷൻ കാരണം ട്രൈബൽ പോപ്പുലേഷൻ ഡിക്രീസ് ആവുന്നുണ്ട്. അവിടെ ഇഷ്യൂ വരുന്നുണ്ട്, ഡെമോഗ്രാഫിക് ചേഞ്ച് വരുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട്. സോ ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ ബോഡി നിലവിൽ വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ 338A ആണ്. It is established with a view to provide safeguards against the exploitation of scheduled tribes as well as to protect their social, economic, educational and cultural interests. ഇതാണ് എയിം. ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 342 പ്രകാരം പ്രസിഡന്റ് ഒരു ഷെഡ്യൂൾഡ് ലിസ്റ്റ് ഇറക്കും. അതിലുള്ള ട്രൈബ്സ് ആണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. സോ അവരുടെ സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉള്ളത്. സോ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ക്രോസ് ബോർഡർ മൈഗ്രേഷൻ അതൊരു ഇഷ്യൂ ആണ്. ബംഗ്ലാദേശുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബൗണ്ടറി നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ വെസ്റ്റ് ബംഗാൾ, അസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ കൺട്രീസ് ഒക്കെ ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ബോർഡേഴ്സിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബോർഡേഴ്സ് പോറസ് ആണ്. ഫെൻസ്ഡ് ആണെങ്കിൽ പോലും പോറസ് ആണ്. പോറസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റുക. സോ അതിന് കാരണം 54 ക്രോസ് ബോർഡർ റിവേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും. സോ നമ്മൾ ബോർഡർ ഫെൻസ് ചെയ്താലും റിവേഴ്സ് ഫെൻസ് ചെയ്യുന്നതിന് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താ പറയാ ഈ ഇമിഗ്രേഷൻ പോസിബിൾ ആവാറുണ്ട് ബോർഡറിന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഡെമോഗ്രാഫിക് ചേഞ്ച് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെയുള്ള ലോക്കൽ പോപ്പുലേഷനിൽ അവിടെ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് വരും ഡ്യൂ ടു മാസ് ആൻഡ് മിക്സ്ഡ് മൈഗ്രേഷൻ. സോ ഇത് ആസാമിലൊക്കെ വലിയ ഇഷ്യൂ ആയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ആസാം അക്കോർഡ് പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ ഗവൺമെന്റ് ആസാം അക്കോർഡ് കൊണ്ടുവന്നതും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഒക്കെ കൊണ്ടുവന്നതും ഈ പറയുന്ന ഡെമോഗ്രാഫിക് ചേഞ്ചിനെ എന്താ പറയാ ഒന്ന് ടാക്കിൾ ചെയ്യാനും അതിന്റെ ഒരു പ്രോപ്പർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഉണ്ടാക്കാനും ഒക്കെയാണ്. പിന്നെ ഇന്ത്യ ശ്രീലങ്ക ഒരു ഫെറി സർവീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അക്രോസ് പാർക്ക് സ്ട്രേറ്റ്, നാഗപട്ടണം ടു കനികേശൻ തുരൈ ഫെറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് ഉണ്ട്. സോ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിയേണ്ടത് പാർക്ക് സ്ട്രേറ്റ് എന്തിന്റെയൊക്കെ
എന്തിന്റെയൊക്കെ ഇടയ്ക്കാണ് പാക് സ്ട്രേറ്റ് ഉള്ളത് എന്ന് അറിയണം. പിന്നെ ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ വേണേൽ പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് കൂട്ടുന്നതിനോ അല്ലെങ്കിൽ ട്രേഡ് കൂട്ടുന്നതിനോ ഈ ഫെറി സർവീസ് സഹായിക്കും എന്നുള്ള രീതിക്കും നമുക്ക് പറയാവുന്നതാണ്. അതായത് while the demand for service was initially low, it picked up in the last few weeks. Travels on the ferry with tourists, traders and refugees reports on the excitement and concerns about the initiatives in the two countries. So മെയിൻസ് പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ നമ്മൾ ഈ സ്ട്രേറ്റ് എന്താണെന്നും ഇസ്തുമസ് എന്താണെന്നും അതിന്റെ റോൾ, അതായത് ഒരു ജനറൽ പെർസ്പെക്റ്റീവ് നിന്ന് അതിലെ ട്രേഡിലുള്ള റോള് എന്താണ്, അല്ലെങ്കിൽ പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് കൂട്ടുന്നതിനുള്ള റോൾ എന്താണെന്ന് മെയിൻസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നാരോ പാസേജ് ഓഫ് വാട്ടർ കണക്ടിങ് ടു സീസ് ഓർ ടു അതർ ലാർജ് ഏരിയാസ് ഓഫ് വാട്ടർ. ഇപ്പൊ പാക് സ്ട്രേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാൾ ആണുള്ളത്, ആൻഡ് ഇവിടെ ഗൾഫ് ഓഫ് മാന്നാറും ഉണ്ട്. ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു നാരോ വാട്ടർ പാസേജ് വേ ആണ് പാക് സ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ. സോ ഇസ്തുമസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് വിത്ത് സീ ഓൺ ഈതർ സൈഡ് ഫോമിംഗ് എ ലിങ്ക് ബിറ്റ്വീൻ ടു ലാർജർ ഏരിയാസ് ഓഫ് ലാൻഡ്. നമുക്ക് പരിചയമുള്ള ഒരു ഇസ്തുമസ് എന്ന് പറയുന്നത് ഇസ്തുമസ് ഓഫ് ക്രായ് ആണ്, ക്രാ ഇസ്തുമസ്. അത് തായ്ലൻഡിലെ ഒരു വളരെ നാരോ പോർഷൻ ആണ് ക്രാ ഇസ്തുമസ്. അപ്പൊ ഈ സ്ട്രേറ്റ് ഓഫ് മലാക്കയെ ബൈപ്പാസ് ചെയ്യാൻ ക്രാ ഇസ്തുമസിലൂടെ ഒരു കനാല് പണിയണം എന്നൊക്കെ ഒരു ചർച്ചയുണ്ട്. സോ ഇതായിരുന്നു 2022 GS1 വന്ന ക്വസ്റ്റ്യൻ. മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് Straits and Isthmus in international trade. അതുകൂടാണ്ട് ഇന്റർനാഷണൽ ന്യൂസിൽ യമനിലെ ഹൂതി റിബൽസ് ക്ലെയിം മിസൈൽ ഡ്രോൺ അറ്റാക്ക് ഓൺ സെൻട്രൽ ഇസ്രായേൽ. അഗൈൻ ഇന്നലത്തെ ന്യൂസിൽ ലെബനനിലെ ഹെസ്ബോള ഗ്രൂപ്പിനെ പറ്റിയിട്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഹൂതി റിബൽസ്. ഹൂതീസ് യമനിലാണുള്ളത്. അവരും ഇസ്രായേലിന്റെ എന്താ പറയാ പലസ്തീനിയൻ കോസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഹെസ്ബോളയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇസ്രായേലിനെതിരെ അറ്റാക്സ് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഫിൻലൻഡ് ടു പ്ലേസ് നേറ്റോ ബേസ് ലെസ് ദാൻ 200 കിലോമീറ്റർ ഫ്രം റഷ്യൻ ബോർഡർ. ഫിൻലൻഡ് 2023 നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ജോയിൻ ചെയ്തായിരുന്നു. അതുവരേക്കും ഫിൻലൻഡിൽ ഒരു പോളിസി ഓഫ് ന്യൂട്രാലിറ്റി ഉണ്ടായിരുന്നു. അതായത് US-നോടോ റഷ്യനോടോ ഒരു ചായ്വ് കാണിക്കാതെ ന്യൂട്രൽ പൊസിഷനായിരുന്നു ഫിൻലൻഡ് എടുത്തിരുന്നത്. പക്ഷെ യുക്രൈനിലേക്കുള്ള റഷ്യയുടെ ഇൻവേഷൻ കണ്ടതിന് ശേഷം ഫിൻലൻഡ് നേറ്റോ ജോയിൻ ചെയ്യാൻ ഡിസൈഡ് ചെയ്യായിരുന്നു. സോ 2023 നേറ്റോ ജോയിൻ ചെയ്തു. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നേറ്റോ എന്താണ്, ഫിലിംസ് പെർസ്പെക്റ്റീവിൽ നേറ്റോ എന്താണ്, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, മെമ്പേഴ്സ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നേറ്റോ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി എഗ്രിമെന്റ് ആണ്. 1949 വേൾഡ് വാർ 2 കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ് US. ശരിക്കും എന്താ പറയാ ആ ഒരു USSR കോൾഡ് വാറിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു നേറ്റോ. ഒരു സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് ആണ്. സോ നേറ്റോക്ക് പകരമാണ് USSR വാർസോ പാക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, നേറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസിലാണ്. ദർ ഇസ് ആൻ ആർട്ടിക്കിൾ 5 ഓഫ് കളക്റ്റീവ് ഡിഫൻസ്. കളക്റ്റീവ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നേറ്റോ മെമ്പറിനെതിരെയുള്ള ഒരു മിലിറ്ററി അറ്റാക്ക് വുഡ് ബി ട്രീറ്റഡ് ആസ് an attack against the entire organization. സോ അതുകൊണ്ട് തന്നെ മറ്റു മെമ്പേഴ്സും ആ കൺട്രീനെ ബാക്ക് ചെയ്യുന്നുള്ളതാണ് ഈ കളക്റ്റീവ് ഡിഫൻസ് ആർട്ടിക്കിൾ 5 പറയുന്നത്. അറ്റ് പ്രസന്റ് 32 മെമ്പേഴ്സ് ഉണ്ട്. 2023 ഫിൻലാൻഡ് ജോയിൻ ചെയ്തു. 24 മാർച്ചിൽ റീസെന്റ് ആയിട്ട് സ്വീഡൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ റഷ്യൻ നെയ്ബേഴ്സ് ഒക്കെ നേറ്റോയിലേക്ക് പോവാണ് ആഫ്റ്റർ റഷ്യാസ് ഇൻവേഷൻ ഓഫ് യുക്രൈൻ. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ന്യൂസ്.